അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഞങ്ങളുടെ ട്രാവലൊക്കെ കഴിഞ്ഞ് നല്ല റെസ്റ്റ് കിട്ടിയായിരുന്നു, നല്ലോണം ഉറങ്ങി. പക്ഷേ നമുക്ക് ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങേണ്ടി വന്നു, കാരണം ഒത്തിരി സ്ഥലങ്ങൾ അന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു ഓൺ ഡേ 2. നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ എനർജി എന്ന് പറയുന്ന അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അല്ലേ, പറയാതെ വയ്യ. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹവ് എവർ ഹാഡ്. റവീസിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് അബ്സൊല്യൂട്ട്ലി അമേസിങ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റൈൽ ഓഫ് ഫുഡ് അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ഫുഡ് അവൈലബിൾ ആണ്, നോർത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. എവറിത്തിങ് ഇസ് ദെയർ ഫോർ വെജ് ആസ് വെൽ ആസ് നോൺ വെജ്. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് തിരിച്ചു, അൽസീഫ് ഡിസ്ട്രിക്ട്, ദുബായ്. നമ്മൾ ഇന്ന് കാണുന്ന സൂപ്പർ സിറ്റി ആയിട്ടുള്ള ദുബായ്ക്ക് മുന്നേ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വിളിച്ചോതുന്ന ഒരു സ്ഥലമാണ് അൽസീഫ്. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്സിനൊക്കെ ഒരേപോലത്തെ കളർ വരാൻ ഒരു കാരണമുണ്ട്. കടലിൻ്റെ അടിത്തട്ടിൽ നിന്നെടുക്കുന്ന മണ്ണും കല്ലും ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിങ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ ഇടയിലും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എമിറാത്തികൾ അവരുടെ സംസ്കാരത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത്. അൽസീഫിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ചത് ദുബായ് ഷെയ്ഖിൻ്റെ പാലസ് കാണാനാണ്. വളരെ ഹൈ സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം നമുക്ക് മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായിരുന്നു ജുമേറ ബീച്ച്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഈ അതിമനോഹരമായ ബീച്ച് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി നമുക്കൊരു മാതൃക തന്നെയാണ്. ജുമേറ ബീച്ചിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ റെസിഡൻഷ്യൽ ഏരിയയായ പാം ജുമേറയിലേക്കാണ്. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ അങ്ങോട്ട് തന്നെ പോയി. ഞങ്ങളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ബർദുബായ് എന്ന് പറയുന്ന ഹിസ്റ്റോറിക് ദുബായ് ഏരിയയിലാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ബിൽഡിങ്ങിനെ പോലും തൊടാതെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ദുബായ് മെട്രോ പോകുന്നത്. ഇന്നത്തെ ലഞ്ച് നല്ല നാടൻ ഊണായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ച് ഞങ്ങൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ടെറസിലേക്കൊന്ന് പോയത്. നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് മോഡേൺ ദുബായും ഓൾഡ് ദുബായും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോഴേക്കും ഇന്നത്തെ ഡെസേർട്ട് സഫാരിക്കുള്ള വണ്ടികൾ ഞങ്ങൾ പിക്ക് ചെയ്യാൻ എത്തിയിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ സലു ആളൊരു രസികനായിരുന്നു. ദുബായി കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് ഷെയർ ചെയ്തു. White desert means it is mostly you find it near the coastal area. Okay. It is wet from down. Okay, it's white sand, isn't it? Yeah. Yes. You find trees, bushes. That is not like good for safari. Okay. So the pure red sand, it is totally dry. Hardly you find a bush or a tree. Okay. And you get big dune in that. In the red desert. The normal white desert, you don't find big Dunes here. This is the last mall. Okay. It is called Dubai Outlet Mall. This one? Yes. After this mall, officially we are out of the town. Out of town. And same was reused to build Palm Jumeirah. Oh, okay. Have you been to Palm Jumeirah? Yeah, we just went. This same material was used to build Palm Jumeirah because it is not pure sand. Palm Jumeirah is built on the surface of ocean. Yeah, correct. So this is mixture of soil, cement and all. So it doesn't dissolve with water. Okay. Now they have a new project. It is called Jebel Ali Palm. Jebel Ali Palm, yes. It is 120 kilometers. The entire area. ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന വഴിക്ക് ഡ്യൂൺ ബഗ്ഗി ഓടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയും കുറച്ചു നേരം ഹോൾട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ സലു നേരത്തെ പറഞ്ഞ പോലെ റെഡ് സാൻഡ് ഉള്ള ഡെസേർട്ടിലേക്കാണ് ഞങ്ങളുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്.
ഡെസേർട്ട് സഫാരിക്ക് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ട്രഡീഷണൽ ബെദുവിൻ ക്യാമ്പിലേക്കാണ് പോയത്. അവിടെ ബഫേ ഡിന്നറാണ് സെർവ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരൊറ്റ ക്യാമ്പിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ട്രഡീഷണൽ ബെല്ലി ഡാൻസും ഫയർ ഡാൻസും തനുറ ഡാൻസും ഒക്കെ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഡിന്നറെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അതേ വണ്ടിയിൽ തിരിച്ച് ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. ഞാൻ നൈറ്റ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പതുക്കെ പ്ലാൻ ഇട്ടു. നമ്മളൊരു വീഡിയോ കവറേജ് എൻ്റെ സ്കൂൾമേറ്റ്സായ നിബിനും സ്റ്റെഫിയും ഹിൽട്ടണും എന്നെ കാണാനായിട്ട് അവിടെ വന്നു. എന്നിട്ട് ഞങ്ങൾ ചെറിയൊരു നൈറ്റ് ഡ്രൈവ് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ ഐറ്റിനറിയിലില്ലായിരുന്ന 2 ലൊക്കേഷൻസ് ആയിരുന്നു ദുബായ് ഫ്രെയിമും അതുപോലെ തന്നെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറും. എന്തായാലും ഇവരുടെ കൂടെ ഇറങ്ങിയതുകൊണ്ട് ഈ 2 സ്ഥലങ്ങളും അടുത്ത് പോയി കാണാൻ പറ്റി. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജുമേറ എമിറേറ്റ്സ് ടവേഴ്സ് എന്ന ഐക്കോണിക് ഹോട്ടലിൻ്റെ നേരെ മുമ്പിലാണ്. അപ്പോൾ ഹിൽട്ടൺ പതുക്കെ വണ്ടിയെടുത്ത് അവരുടെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി. കാരണം മ്യൂസിയത്തിലേക്ക് ഇപ്പോൾ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ദ ക്ലോസസ്റ്റ് പ്ലേസ് വാസ് ജുമേറ എമിറേറ്റ്സ് ടവേഴ്സ്. ഞങ്ങളവിടെ പാർക്കിങ്ങിൽ പതുക്കെ വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടായി. പക്ഷേ രസം എന്തായിരുന്നു വെച്ചാൽ അവിടെ ഒരു വലിയ റഷ്യൻ DJ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ദുബായിയുടെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അവരെന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്തു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് പോകാനുള്ളതുകൊണ്ട് അധികം ലേറ്റ് ആക്കിയില്ല. അപ്പോൾ ഡേ 3 കാഴ്ചകളുമായി വീണ്ടും കാണാം.